കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു ഈ ചാനലിൽ തന്നെ. നമുക്ക് 2 ചാനലുണ്ട്, സുഭാഷിതം എന്ന് വേറെ ചാനലുണ്ട്. ദയവായി ഇത് കാണുന്നവർ അതും കൂടി കാണണം. അതിനകത്ത് ഇതേ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്തത് DA കൊടുക്കും എന്നുള്ളതാണ്. അതൊരു ട്രിബ്യൂണലിൻ്റെ കേസുമായി ബന്ധപ്പെടുത്തിയും അല്ലാതെയൊക്കെ DA എന്തായാലും കൊടുക്കും ഡിസംബറിൽ എന്നൊരു വാർത്തയാണ് നമ്മൾ ചെയ്തത്. വാർത്തയ്ക്ക് അത്യാവശ്യം റീച്ച് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ കണ്ടു. കുറേ നല്ല കമൻറ്റ്, മോശം കമൻറ്റ്. കമൻറ്റിനെ കുറിച്ച് നമ്മൾ പറയേണ്ട, കാരണം കമൻറ്റ് കാണുമ്പോൾ അറിയാം അത് CPM ആളാണോ, ഇടതുപക്ഷക്കാരനാണോ, വലതുപക്ഷക്കാരനാണോ, BJP ആണോ, നിഷ്പക്ഷനാണോ എന്നൊക്കെ കമൻറ്റ് വായിക്കുമ്പോൾ മനസ്സിലാവും. ഫേക്ക് ഐഡിയ പോലെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ആ കാര്യം നമുക്ക് വിട്ടേക്കാം. പക്ഷെ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരൊക്കെ എന്നെ വിളിച്ചു. ചിലർക്ക് അതിൻ്റെ ഓർഡർ വേണം, വേറെ ചിലർക്ക് അതിൻ്റെ പത്രത്തിൽ. ഇന്നിപ്പോൾ രാവിലെ ഒരാൾ എന്നെ വിളിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പത്രത്തിൽ വന്നില്ലല്ലോ, വേറെ ചിലർക്ക് ഇത് വാർത്തയിൽ വന്നില്ലല്ലോ, ഇങ്ങനെ വലിയ തർക്കമാണ്. പത്രത്തിൽ വന്നില്ല. വേറെ ഒരു വനിത എന്നെ വിളിച്ചു ഇന്നലെ. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ചോദിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ, ഞാനും ചെയ്തല്ലോ, നിങ്ങളിത് കേട്ടാൽ പോരെ, കാര്യം എവിടെ നിന്നെങ്കിലും മനസ്സിലാക്കിയാൽ പോരെ. ഇപ്പോൾ ഡിജിറ്റൽ ചാനലോ ചില വാർത്തകൾ ഇങ്ങനെ യൂട്യൂബിലോ ഡിജിറ്റലായിരിക്കും ആദ്യം വരുന്നത്, പിന്നെ ആയിരിക്കും അത് മുഖ്യ ചാനലിൽ വരുന്നത്. ചിലപ്പോൾ മുഖ്യ ചാനലിൽ വരുന്നതായിരിക്കും ഇങ്ങോട്ട് വരുന്നത്, സാറ്റലൈറ്റ് വരുന്നതായിരിക്കും ഇങ്ങോട്ട് വരുന്നത്, ചിലപ്പോൾ പത്രത്തിൽ വരുന്ന ഇങ്ങോട്ട്, ചിലത് ഇവിടെ വന്നിട്ടായിരിക്കും പത്രത്തിൽ വരുന്നത്. ഇങ്ങനെ തന്നെയാണ്. ഇതൊരു ഡിജിറ്റൽ അല്ലെങ്കിൽ യൂട്യൂബ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വേറെ പ്ലാറ്റ്ഫോം അല്ല. ഇത് മറ്റ് സംവിധാനങ്ങളില്ല. വലിയ സ്റ്റുഡിയോയും ആങ്കർമാരും ഒരുപാട് റിപ്പോർട്ടർമാരും വലിയ സന്നാഹമില്ല, പരസ്യമൊന്നും ഇല്ലാന്നേ ഉള്ളൂ. ഇതും സംഭവം 2 തുല്യമല്ലേ? വിടുന്നതെല്ലാം ശരിയല്ലേ, കാര്യങ്ങൾ ചെയ്യുന്നു, വേറെ ചെയ്യുന്നു. അപ്പോൾ പക്ഷേ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അവർ അവസാനം എന്നോട് തന്നെ ചോദിക്കണം, ഈ വീഡിയോ ചെയ്ത് എന്നോട് ചോദിക്കുകയാണ്, ഇത് മോശം വാർത്തയാണോ, തെറ്റായ വാർത്തയാണോ, ഫ്രോഡ് വാർത്തയാണോ എന്നൊക്കെ. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരത്തില്ലേ? ഒരു വാർത്ത ചെയ്ത ആളിനോട് വിളിച്ച് എന്നെ, സാറെ വാർത്ത ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കാം, പക്ഷെ ഫ്രോഡാണെന്ന് വേറൊരു തരത്തിലേക്ക് എന്നോട് സംസാരിച്ചു. അപ്പോൾ അതും കൂടെ കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് എങ്ങനെയാണ്? ഏറിൽ നിന്ന് രാവിലെ ഇങ്ങനെ യോഗിമാരൊക്കെ ഇരിക്കും പോലെ കണ്ണടച്ചിരുന്നിട്ട് ഇന്ന് DA കൊടുക്കും, അല്ലെങ്കിൽ ഡിസംബറിൽ DA കൊടുക്കും, അതിൻ്റെ ഒരു വാർത്ത ചെയ്ത് കളയാം. അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മളുടെ ഫോർമലും ഇൻഫോർമലുമായിട്ടുള്ള സോഴ്സുകൾ ഉപയോഗിച്ചിട്ട് വാർത്ത ശേഖരിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ രാവിലെ കുറച്ച് സമയം നമ്മൾ വീഡിയോകൾ ചെയ്യും, ഒരു 10-11 മണി വരെ വീഡിയോ ചെയ്യും, എല്ലാ ദിവസത്തേക്കുള്ള 2 ചാനലിലുമുള്ള. അത് കഴിഞ്ഞാൽ പിന്നെ സോഴ്സ് അന്വേഷണമാണ്. അപ്പം ഇന്ന് അന്വേഷിക്കുന്ന സോഴ്സുകളൊക്കെയാണ് നാളെ കൊടുക്കുന്നത്. അത് നമ്മൾ ചാനലുകൾ കാണും, മറ്റ് സാറ്റലൈറ്റ് ചാനലുകൾ കാണും, പത്രങ്ങൾ കാണും, പിന്നെ നമ്മളെ ബന്ധപ്പെട്ട നമുക്ക് പരിചയമുള്ള ആളുകളെ വിളിച്ചു ചോദിക്കും, ഗവൺമെൻറ്റിൽ ആലോചിക്കും, പിന്നെ പലരും നമുക്ക് സോഴ്സ് തരും. നമ്മളെ ബന്ധങ്ങൾ വെച്ചുകൊണ്ട് വീഡിയോയിൽ വരട്ടെ എന്ന് വിചാരിച്ച് പലരും സോഴ്സ് തരും. അങ്ങനെ പലതരത്തിലുള്ള സോഴ്സുകൾ എടുത്തിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ല ചുമ്മാ ഏറിൽ നിന്നൊരു വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഞാൻ പറഞ്ഞ വീഡിയോയിലെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, അതിൽ 21% എന്നുള്ളത് 24%, 21 അല്ലെങ്കിൽ 18 എന്നൊക്കെ പറഞ്ഞ് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എടോ, DA ഉണ്ടല്ലോ, DA പെൻഡിങ് ഉണ്ടോ? പെൻഡിങ് ഉണ്ട്. കൊടുക്കുമോ? കൊടുക്കും. എന്ന് കൊടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാൽ തർക്കമുള്ളൂ. ശമ്പള പരിഷ്കരണം ഉണ്ടോ? ഉണ്ടാവുമല്ലോ. ശമ്പള പരിഷ്കരണം ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ എപ്പോൾ ചെയ്യും, എന്ത് ചെയ്യും, എന്താണ് അതിൻ്റെ പാറ്റേൺ, ഇതാണ് വിഷയം. ശമ്പള പരിഷ്കരണത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു സമിതി വെച്ച് ചെയ്യാനുള്ള സമയമില്ലെങ്കിൽ കമ്മിറ്റി വെച്ച് ചെയ്യും, ഒരു ചെറിയ ടീമിനെ വെച്ച് ചെയ്യും. 1-2 പേരടങ്ങുന്ന ടീമിനെ വെച്ച് ചെയ്യും. ചിലപ്പോൾ ഒരാളായിരിക്കും, ഏകാംഗമായിരിക്കും, ചിലപ്പോൾ 2 പേരായിരിക്കും. ഫിനാൻസ് വകുപ്പിൽ നിന്ന് അത് ചെയ്യാൻ പറ്റുമല്ലോ, അങ്ങനെ ചെയ്യുമായിരിക്കും. DA എന്തായാലും കുറേ അധികം കൊടുക്കും, പരമാവധി കൊടുക്കും, കൊടുക്കാതിരിക്കില്ല. അതിനിടയിലാണ് ഈ കേസുകൾ വന്നിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ കേസുണ്ട്, ചിലർ കോടതിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൊടുക്കും. അപ്പോൾ കൊടുക്കാതിരിക്കുന്ന വിഷയമില്ല. DA ആൻഡ് DR കൃത്യമായി കൊടുക്കും. അത് പ്രത്യേകിച്ച് അസംബ്ലി തെരഞ്ഞെടുപ്പ് കൂടെ വരുന്നത് കൊണ്ട് തീർച്ചയായും DAയും DRും കൊടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആർക്കും വേവലാതി വേണ്ട. അങ്ങനെ കൊടുക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വാർത്ത ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഇതിനു മുമ്പ്, അതായത് നമ്മുടെ ഒക്ടോബർ 29 മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ DA കൊടുക്കുന്ന കഥ ഞാൻ പറഞ്ഞിരുന്നു. അത് നമ്മളെ വീഡിയോയിൽ കിടപ്പുണ്ട്, ഇതിൻ്റെ ഗാലറി കിടന്ന് നോക്കിയാൽ അറിയാം. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒക്ടോബറിൽ നവംബർ 1 മുമ്പ് DA 1 ഗഡുവോ 2 ഗഡുവോ കൊടുക്കും. കൊടുത്തല്ലോ 1 ഗഡു. അപ്പോൾ ഇത് വിവരങ്ങൾ കിട്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും കൊടുക്കും. ചിലപ്പോൾ അത് 2 ഗഡു കൊടുക്കും, ചിലപ്പോൾ പൂർണ്ണമായി കൊടുക്കും. പൂർണ്ണമായി കൊടുക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് അറിയുന്നു. അതിന് സഹായകമായിട്ടുള്ള ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നൊക്കെ വരാനുള്ള സാധ്യതയാണ് ഇന്ന് കാണുന്നത്. ആ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ, ഉത്തരവ് വന്നാൽ തീർച്ചയായിട്ടും അവർക്ക് DA എല്ലാവർക്കും കിട്ടും. അതുകൊണ്ട് അതിൽ ഒരു ബേജാർ ആവശ്യമില്ല. നമ്മൾ ഫേക്ക് ന്യൂസുകൾ ചെയ്യുന്ന ആളുകളല്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് വളരെ വലിയ ഹൈപ്പ്, വളരെ വലിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവാത്തത്. ഫേക്ക് ന്യൂസും ഫേക്ക് ഐഡിയും മോശം തമ്പുകളും ഒക്കെ ഇട്ടാൽ
എത്ര പെട്ടെന്ന് ചാനലിന് വളരാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു വളർച്ചയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. സത്യമായി തന്നെ പറയുക, കിട്ടുന്ന സോഴ്സുകൾ ഉപയോഗിച്ച് കിട്ടുന്ന വാർത്തകളെ യഥാസമയം പത്രങ്ങളിലും ചാനലുകളിലും വന്നാലും വന്നില്ലെങ്കിലും ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. അതുകൊണ്ട് ഈ കമൻ്റ് ഇടുന്നവരോടും വിളിക്കുന്നവരോടും പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു സോഴ്സ് ഇല്ലാതെ വാർത്ത ചെയ്യാറില്ല. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുക. അല്ലാത്ത വാർത്തകൾ ഞങ്ങൾ പറയും, ഇത് ഞങ്ങളുടെ ഒരു നിരീക്ഷണമാണെന്ന് പറയും.